ഡെയിലി വ്ലോഗിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഒരു റീലോഡർ റോസ്റ്റ്. അങ്ങനെ പറയുമ്പോൾ ഒരു റോസ്റ്റഡായ മൂവിയാണ് ദേവര. അത് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്, റോസ്റ്റ് വീഡിയോ ചെയ്തിരിക്കുന്നത് മറ്റാരുമല്ല, റീലോഡ് മീഡിയ എന്ന് പറയുന്ന വലിയൊരു ആൾക്കാർ തന്നെയാണ്. ദേവര റോസ്റ്റ്. അപ്പോൾ ആ ഒരു ദേവര അപരാധം എന്നാണ് അവർ പേരിട്ടിരിക്കുന്നത്, റീലോഡർ റോസ്റ്റ്. NTR എന്ന് പറയുന്ന ജൂനിയർ NTRന്റെ ഒരു പടമായിരുന്നു ദേവര. നമുക്കത് കണ്ടിട്ട് ഈ ഒരു കഥ എന്താണ് നടക്കുന്നതെന്നും ഒരു കടൽ യുദ്ധവും ഒരു കഥ പറച്ചിലും ഈ ഒരു സിനിമയെ പ്രേക്ഷകരെ എങ്ങനെയാണ് അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യുക എന്നതാണ്. ഒരു സിനിമ എന്ന് പറയുന്നത് പ്രേക്ഷകരെ അതിനെ പിടിച്ചിരുത്തുക എന്നതാണ്. പക്ഷെ ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ദുരന്തങ്ങളായ പല വേഷങ്ങളാണ്. ഇതിൽ ഒരു റിയാലിറ്റി ഇല്ലെങ്കിൽ ഈ ഒരു സിനിമയുടെ മൊത്തം നമുക്ക് തകർന്നു കിടക്കുന്ന ഒരു കാട്ടവരാതം തന്നെയാണ്. ഇന്ത്യൻ 2 എങ്ങനെയാണോ അതുപോലെ തന്നെ മറ്റൊരു അവതാരം തന്നെ ഈ സിനിമ നിർമ്മാണവും ഡയറക്ഷനും ഒക്കെ അങ്ങനെയാണ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഡെയിലി വ്ലോഗ് എന്ന ഈ ഒരു ചാനലിലൂടെ ദേവരാധം എന്ന് പറഞ്ഞ റീലോഡർ റോസ്റ്റ് വീഡിയോ ആണ് നമ്മ ദേവര എന്ന് പറയുന്ന സിനിമയുടെ റോസ്റ്റ് എന്ന് പറയുന്ന, നോട്ട് റിവ്യൂ, ഇസ് റോസ്റ്റ് മൂവി. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ കരുതാവൂ. അതെങ്ങനെയുണ്ട് അവർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ക്രിയേഷൻസ് നമുക്ക് പ്രേക്ഷകരിലേക്കും കൂടി എത്തിക്കാൻ ഇതൊരവസരമാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുകയാണ് റീലോഡർ റോസ്റ്റ്. പ്രേക്ഷകർ അത് കണ്ട് നമുക്ക് തിരികെ വരാം. ജൂനിയർ NTR വെച്ച് കൊരട്ടാൽ ശിവ പണിയ ഒരു കൊണച്ച വടച്ചെണ്ണയാണ് ദേവര. പടം തുടങ്ങുന്നത് തന്നെ 96 വേൾഡ് കപ്പിൽ അലമ്പുണ്ടാക്കാൻ ചാൻസ് ഉള്ള ഒരു നൊട്ടോറിയസ് ക്രിമിനൽ യത്തീനെ പിടിക്കാൻ വേണ്ടി കുറെ പോലീസുകാർ പോണത് കാണിച്ചിട്ടാണ്. ഇവർ അവനെ അന്വേഷിച്ച് നേരെ രത്നഗിരി എന്ന് പറഞ്ഞ ഒരു മലയിലെത്തും. ആ മലയിലെ പ്രതിഷ്ഠയാണ് സ്വയം ജാക്ക് സ്പാരോ എന്ന് വിചാരിച്ച് നടക്കുന്ന നൊട്ടോറിയസ് സ്മഗ്ലർ ഭൈരവ. ഈ സൈഫ് അലി ഖാനൊക്കെ ആദ്യ തെലുങ്ക് പടത്തിൽ വന്നവരെ അങ്ങനെ വലിഞ്ഞു കയറി വന്ന് ഈ പോലീസുകാർ മുഴുവൻ ഭൈരവ ഒറ്റയ്ക്ക് മുഖ്യ വിഷമത്തിൽ അവരൊക്കെ കൂടി കടലിൽ ചാടി ചാവാൻ പോയപ്പോഴാണ് ആ കടപ്പുറത്ത് കടൽ വിറ്റ് നടക്കുന്ന ഒരു കാട്ടുകളാണ്. അത് മറ്റാരുമല്ല, കുറച്ചു കാലമായിട്ട് തെലുങ്ക് പടത്തിൽ സ്ഥിരം നടന്ന മൂപ്പൻ പ്രകാശ് രാജ്. മൂപ്പരേത് കുറച്ച് താടി ഒട്ടിച്ച് ആ പോലീസുകാർ മുഴുവൻ വഞ്ചി കയറ്റി കടൽ കാണാൻ കൊണ്ടുപോയ ഗ്യാപ്പിൽ അതിലൊരു പോലീസുകാരൻ ഒരു മോതിരം പറഞ്ഞ് മൂപ്പര് അപ്പൊ തന്നെ ആ മോതിരം കടലിലെടുത്ത് വീശിയപ്പോ അതെടുക്കാൻ വേണ്ടി ഒപ്പം ചേറിയ പോലീസുകാരൻ കടലിനടിയിൽ റെസ്റ്റ് ചെയ്യുന്നവരെ കണ്ട് ടെൻഷൻ. എന്റെ മോനെ സമ്മതിച്ചാ നീ ടെൻഷനായി, ഇത്ര എക്സ്പ്രഷൻ ഒന്നും ആവശ്യമില്ല, മനസ്സിലായി. ഇവരേതാ അതിന്റെ കൂടെ ഒഴിഞ്ഞു കൊടുക്കണം. ഇവരെന്നിട്ട് ആ കടലിനടിയിലുള്ളത് ആരാ എന്താന്നൊക്കെ ചോദിക്കേണ്ട താമസം നമ്മുടെ തള്ളുമുപ്പൻ ആ തള്ളം കൂടെ തുടങ്ങും. രക്തം കൊണ്ട് എഴുതിയ കഥയാണിത്, രക്തചന്ദ്രം കൊണ്ട് മാറ്റാനാവില്ല എന്നൊക്കെ പറഞ്ഞ് കൊലത്തള്ളു. സംഭവം ഈ കടലിന്റെ പേര് ചെങ്കടൽ. അതിന്റെ അറ്റത്തൊരു മലയുണ്ട്. അവിടെ ആകെ 4 ഗ്രാമമുണ്ട്. അവിടെ ഉള്ളവരൊക്കെ മെയിൻ പടി സ്മഗ്ലിംഗ്. അങ്ങനെ ആ ഗ്രാമത്തിലുള്ള ഒരു സ്മഗ്ലിംഗ് കില്ലാടിയാണ് നമ്മുടെ ഹീറോ ദേവര. ഒരു കട്ട വിജയ് ഫാനാണ് ദേവര. അതുകൊണ്ട് തന്നെ അണ്ണന്റെ കൾട്ട് ക്ലാസിക് പടായ സൂറയുടെ അതേ ഇൻട്രോ പോലെയാണ് മൂപ്പരെന്നും കടലിലിറങ്ങുക. വിജയുടെ ഒരു കോപ്പിറൈറ്റ്
ഇവരുടെ ഇൻട്രോ സീനിൽ തന്നെ ഒരു സ്മഗ്ലിംഗ് ആണ്. മൂപ്പരുടെ കൂടെ വന്നവരൊക്കെ മെല്ലെ വഞ്ചിയിൽ തുഴഞ്ഞു വരുള്ളൂ. ഫസ്റ്റ് എന്ന് പറഞ്ഞ് ചാടി ഇറങ്ങി നീന്തി ഓടി നേരെ കപ്പലിൽ കയറിയിട്ടാണ് ബാക്കിയുള്ളവരെ വിളിച്ചു കയറ്റുക. മൂപ്പരുടെ ഗ്യാങ്ങിലാണെങ്കിൽ സൈഫ് അലി ഖാൻ മുതൽ ഷൈൻ ടോം ചാക്കോ വരെ ഉണ്ട്. ഒരു പാൻ ഇന്ത്യൻ ഗ്യാങ്. ഇവരിങ്ങനെ കപ്പലിൽ കയറി കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന ഗ്യാപ്പിൽ LCU യൂണിവേഴ്സ് മാറി കയറി വന്ന് നരൻ കോസ്റ്റ് ഗാർഡ് ആയിട്ട് വരും. എന്നിട്ട് കപ്പലിന് ചുറ്റും ഒരു ഒളിച്ചേ കണ്ടേ കളിക്കും. കോസ്റ്റ് ഗാർഡ്സ് ഇതിക്കൂടെ വരുമ്പോൾ ഇവർ അതിക്കൂടെ പോകും. കോസ്റ്റ് ഗാർഡ്സ് അതിക്കൂടെ വരുമ്പോൾ ഇവർ ഇതിക്കൂടെ വരും. എന്താ എന്നിട്ട് കപ്പലിൽ കയറിയ കോസ്റ്റ് ഗാർഡ്സിന്റെ കണ്ണി പെടാണ്ടിരിക്കാൻ വേണ്ടി ഇവന്മാര് കണ്ടെയ്നറിന്റെ മേലെ കൂടെ എന്തൊക്കെയൊക്കെയോ കാണിച്ചു നടക്കും. ഈ പരാക്രമത്തിന്റെ ഇടയിൽ ഒരു കത്തി താഴെ വീണ് സൗണ്ട് ഉണ്ടാവണ്ടെന്ന് പറഞ്ഞ അവന്മാര് കാട്ടിക്കൂട്ടുന്ന ഓരോ കാട്ടപരാധങ്ങളുണ്ട്. ഈ പരട്ടകൾ ആ പാട്ടയുടെ മേലെ കൂടെ പടപടാന്ന് ഓടിയിട്ടൊന്നും സൗണ്ട് ഇല്ല. ആ നടുക്കടലിൽ ഒരു കത്തി വീഴുമ്പോഴാണ് സൗണ്ട് ഉണ്ടാവുക. അത്ര ரொம்ப നല്ല ആർക്കട. ഇത് ഷൂട്ട് ചെയ്യണ സമയത്ത് ആ ചായ കൊടുക്കുന്ന ആൾക്കെങ്കിലും പറഞ്ഞു കൊടുത്തുറാ എന്തൊക്കെ മണ്ണത്തരങ്ങളാ കാണിക്കുന്നത് ഡയറക്ടറിന്റെ അടുത്ത്. ഇവിടെ ഇത്രയും പ്രശ്നം നടക്കുമ്പോണ്ടാ ഒന്നും അറിയാണ്ട് പുക വിട്ടോണ്ടിരിക്കുന്ന നമ്മുടെ ഷൈൻ ടോം ചാക്കോനെ ദേവര ടാർസന്റെ വള്ളി തൂക്കി വന്ന് തൂക്കിയെടുത്ത് കടലിൽ. പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ എലിപ്പെട്ടിയിൽ എലി വീഴുന്ന പോലെ സൈഫ് അലി ഖാൻ ഒരു കണ്ടെയ്നറിനകത്ത് കുടുക്കി പോകും. അപ്പൊ തന്നെ നമ്മുടെ ദേവര ഒരു ടോർച്ച് വലിച്ചിട്ട് എറിയും. ആ സൗണ്ട് കേട്ടതും കോസ്റ്റ് ഗാർഡ്സ് ഒക്കെ കൂടി എന്താ ഒരു ശബ്ദം കേട്ടത് വരൂ നോക്കാമെന്ന് പറഞ്ഞ് എല്ലാം കൂടി വളരെ നാച്ചുറൽ ആയിട്ട് അങ്ങോട്ടേക്ക് ഓടിപ്പോകും. ദേവരുടെ ഈ ഔട്ട് ഓഫ് ദി യൂണിവേഴ്സ് ഐഡിയ കൊണ്ട് മാത്രം രക്ഷപ്പെട്ട സൈഫ് അലി ഖാനെ തൂക്കിയെടുത്തോണ്ട് പിന്നെ മൂപ്പര് നേരെ താഴേക്ക് ചാടും. പക്ഷെ താഴെ എത്തിയ മൂപ്പര് മാത്രം ബോട്ടിൽ കറക്റ്റ് വീഴും. സൈഫ് അലി ഖാൻ വെള്ളത്തിൽ. ആ ബോട്ടിൽ ഉണ്ടായിരുന്നവരൊക്കെ മൈൻഡ് വോയിസ് ആയി. അങ്ങനെ എല്ലാ ആഴ്ചയും കടലിൽ പോയി ഇമ്മാരി ഓരോ കുണ്ടാമണ്ടിത്തരം കാണിച്ച് ജീവിക്കലാണ് ഇവരുടെ മെയിൻ പണി. ഇത് എല്ലാ കൊല്ലം ഇവരുടെ നാട്ടിൽ ഒരു ആയുധ പൂജ ഉണ്ടാവും. അതിൽ മര്യാദയ്ക്ക് ഡാൻസ് കളിക്കാൻ അറിയണ NTRനെ കൊണ്ടുപോയി നെല്ല് ചിക്കണ പോലെ ഒരു സ്റ്റെപ്പ് ഇടിപ്പിച്ച് വീർപ്പിച്ച് അലമ്പാക്കും. ഇവന്മാര് ചെറിയ ചെറിയ അവിടെ കോട്ടയാക്കും. ഒരുമാതിരി ക്രിക്കറ്റിന് ക്രീസ് വരയ്ക്കണ പോലെ. എന്താ അടുപ്പിച്ച കമ്പിയാണോ ഇത്? ഓഹോ കളറായിട്ടുണ്ടല്ലോ. അടുത്ത പൂരത്തിന് 30 രൂപയ്ക്ക് വിൽക്കാം. അതാ അതിന്റെ ഇടയിൽ കൂടെ ഷൈൻ ടോമിന്റെ ഷൈനിങ്. അങ്ങനെ കാവിലെ പാട്ട് മത്സരത്തിന് ശേഷം പിന്നെ അവിടെ ഒരു തല്ലുമാലയാണ്. ബാക്കി വന്നവരൊക്കെ 5 മിനിറ്റ് കൊണ്ട് അടി ഉണ്ടാക്കി വീട്ടിൽ പോയെങ്കിൽ ദേവരും ഭൈരവയും കൂടി അടി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് എന്റെ മോനെ അർദ്ധരാത്രി മുതൽ പിറ്റേ ദിവസം പുലർച്ചെ വരെ അടി ഉണ്ടാക്കുമാര്. அந்த வீரர்கள்ல யாரு ஜெயிப்பாங்கன்னு சூரியனும் பார்க்க ஆசைப்பட்டானோ என்னவோ அந்த சிகப்பு சூரியன் உதிக்கிற வரைக்கும் நினைச்சிட்டு இருந்தாங்க. അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി കിടന്നുറങ്ങിയ ദേവരെ എന്തോ ദുസ്വപ്നം കണ്ട് ഞെട്ടിണിച്ച് കിടക്കേമുള്ളൂ. ഈ വെളുപ്പാങ്കാലത്ത് കണ്ട സ്വപ്നം ഫലിക്കുന്നു പറഞ്ഞു. പിന്നീട് അങ്ങോട്ട് ആരും സ്മഗ്ലിങ്ങിന് പോണ്ടെന്ന് പറഞ്ഞ് ദേവരെ അവരൊക്കെ തടുക്കാൻ നോക്കും. ഒരു പഞ്ചായത്ത് പോലും അല്ലാത്ത ആ പൊന്തക്കാട്ടിൽ ഇരുന്നിട്ട് സ്വയം പഞ്ചായത്ത് പ്രസിഡന്റ് ആണെന്ന് വിചാരിച്ച് നടക്കണം നമ്മുടെ ദേവരുടെ വാക്ക്. പക്ഷെ ഒരു പട്ടിക്കുഞ്ഞു പോലും കേൾക്കില്ല. ഇത്രയും മാനം കെട്ട ഒരു ക്യാരക്ടർ ജൂനിയർ NTRന്റെ കരിയറിലേ ഉണ്ടാവില്ല. മൂപ്പര് ആ നാട്ടിലെ വലിയ പുള്ളിയാണ്. പക്ഷെ ഒരു മനുഷ്യൻ മൂപ്പര് പറഞ്ഞാൽ കേൾക്കൂല. പിന്നെ എന്തിനു കൂള ആ ചങ്ങായിനെ കൊണ്ട്. അങ്ങനെ നീ വേണ്ട ഞങ്ങൾ പൊക്കോളോ എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരൊക്കെ ഇട്ടിട്ട് പോയപ്പോ കഞ്ഞി കുടിക്കാൻ വേറെ വകയില്ലാന്ന് കണ്ട് മൂപ്പര് അവരുടെ കൂടെ ഉടുപ്പില്ലാണ്ട് ഈ പടം കാണാൻ നമുക്ക് ഈ ക്യാരക്ടറിനോട് ഇടയ്ക്കിടയ്ക്ക് ഓരോ ബഹുമാനം തോന്നും. അപ്പൊ തന്നെ അപമാനം തോന്നും. കണ്ട ഈ ചങ്ങായി നടന്നു വരുന്നത് കാണുമ്പോൾ ഭയങ്കര ബഹുമാനമാണ്. പക്ഷെ ഡാൻസ് കളിക്കാൻ ചെയ്ത് തിരിച്ചു വരുന്ന വഴി പോസ്റ്റ് ഗാർഡ്സ് കൈയോടെ തൂക്കി ആ കപ്പലിൽ തന്നെ തിരിച്ചു പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ വക ഒരു ബോധവൽക്കരണ ക്ലാസ് അങ്ങോട്ട് എടുത്തു കൊടുക്കും. ചെറുപ്പത്തിൽ സ്കൂളിൽ പോലും പോകാത്തവരെ മുട്ടിൽ നിർത്തി ക്ലാസ് എടുപ്പിച്ച് വെറുപ്പിച്ചല് ദേഷ്യത്തിൽ ഇവന്മാരൊക്കെ കൂടി ആ കോസ്റ്റ് ഗാർഡ്സിനെ തല്ലി കൊല്ലാൻ നോക്കും. പക്ഷെ അപ്പോഴേക്കും നരേന്റെ ക്ലാസ് കേട്ട് മോട്ടിവേറ്റ് ആയി നന്നായി ദേവര കൂടെ വന്നവരൊക്കെ തടുക്കാൻ നോക്കി കോസ്റ്റ് ഗാർഡ്സിനെ രക്ഷിക്കും. ഓ ദേവർ ഈസ് ട്രാൻസ്ഫോം. തിരിച്ച് കരയിലെത്തിയപ്പോഴുണ്ടോ ഇനി ഒരൊറ്റൊരുത്തരും സ്മഗ്ലിംഗ് എന്ന് പറഞ്ഞ് കടലിറങ്ങി പോരുതെന്നും പറഞ്ഞ് ലൂഫിയുടെ നെഞ്ചത്തുള്ള X മാർക്ക് പോലെ അവന്മാരുടെ നെഞ്ചത്ത് ഒരു ഇൻഡു മാർക്ക് വരച്ചിട്ട് ആ സ്മഗ്ലിംഗ് ചെയ്ത കണ്ടെയ്നേഴ്സ് മുഴുവൻ ഒറ്റയ്ക്ക് തള്ളി കൊക്കയിലിട്ട് പൊട്ടിക്കും. എന്നിട്ട് തിരിഞ്ഞെന്നൊരു ഭീഷണി. ഇനി മീൻ പിടിക്കാനല്ലാണ്ട് ഒരൊറ്റ ഒരുത്തൻ കാല് നനയ്ക്കാനായാലും കടലിൽ ഇറങ്ങണമെന്ന് കണ്ട അവന്മാരെ കിടുങ്ങാമണി വരെ അടിച്ചു പൊട്ടിക്കുന്നു പറഞ്ഞൊരു ഡയലോഗ്. അത് കേട്ടിട്ട് അവന്മാരൊക്കെ പകച്ചു നിൽക്കുമ്പോണ്ട് അപ്പിടും അനിരുദ്ധിന്റെ ബാഡാസുമ തെലുങ്കിലേക്ക് ആക്കിയ BGM. अब आप ये सोच रहे होंगे कि പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മൂപ്പര് പറഞ്ഞത് ഒരു മനുഷ്യൻ കേൾക്കൂല നാട്ടില്. സോ ആളുടെ വാക്കും കേൾക്കാണ്ട് പിന്നീട് അങ്ങോട്ട് കടലിൽ ഇറങ്ങാൻ നോക്കിയവന്മാരുടെ പുറത്ത് മുഴുവൻ മൂപ്പര് Xും XX ഉം XXX ഉം XX ഉം എക്സാംസ്റ്റർ വരെ വരച്ചിട്ടുണ്ട്. അങ്ങനെ ഈ നാറി തിന്നൂല തീറ്റിക്കൂല എന്ന് മനസ്സിലാക്കിയ നാട്ടുകാർ മുഴുവൻ കൂടി മൂപ്പര് വെള്ളമടിച്ച് കിറങ്ങി കിടക്കുന്ന സമയത്ത് ആമക്കുഞ്ഞ് കടലിൽ നിന്ന് കയറി വരണ പോലെ വന്ന് മൂപ്പരെ കൊല്ലാൻ നോക്കും. ആഹാ സലീം കുമാറിന്റെ പല വേരിയൻസ് ഉണ്ടല്ലോ ഇവിടെ. കൊല്ലു മനുഷ്യരും മണ്ണ് മനുഷ്യരും ചാണക മനുഷ്യനൊക്കെ.
പക്ഷെ എത്രയൊക്കെ പേര് വന്നാലും ദേവര ഒറ്റക്ക് നിന്ന് അവന്മാരൊക്കെ കൊന്നു കൊല വിളിച്ച് ഷൈൻ ടോമിന്റെ കണ്ണും കുത്തിപ്പൊട്ടിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു പാറപ്പുറത്ത് മൂപ്പരുടെ ഒരു 10 കൽപ്പന. ഇനി എവനേലും കടലിൽ കാല് കുത്താൻ നോക്കിയ കള്ളം അതിന്റെ മക്കളെ എല്ലാത്തിന്റെ 2 ചന്തി വെട്ടി 4 ആക്കി വിടുന്നുള്ള അതിൽ ഒരൊറ്റ കൽപ്പന കണ്ട് പേടിച്ച് പിന്നീട് അന്നാട്ടിലെ ഒരൊറ്റ കുട്ടി മീൻ പിടിക്കാൻ പോലും കടലിൽ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ അത് കണ്ട് പേടിച്ച നാട്ടുകാർ മുഴുവൻ വാർക്കപ്പണി മരപ്പണിയൊക്കെ ചെയ്ത് വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. അപ്പോഴേക്കും നമ്മുടെ ദേവരുടെ മോൻ വളർന്നങ്ങോട്ട് വലുതാവും. അവന്റെ പേരാണ് വര. അച്ഛന്റെ പേര് ദേവര, മോന്റെ പേര് വര. എഴുതി അവിടെ അടുത്ത് കടലിൽ കറങ്ങാൻ പോയ ഏതൊരു കൊച്ചിന്റെ സ്രാവ് ബലൂണൊക്കെ വെള്ളത്തിൽ വലിച്ചിട്ട് കൊണ്ടുവന്നു. അവിടെ ഡ്രാഗന്റെ അസ്ഥിയോടെ അവരാതും അവതാറിലാണ് വരയുടെ പുറകെ നടക്കുന്ന കൃഷ്ണന്റെ തങ്ക. വീട്ടിൽ വാട്ടർ ടാങ്കിൽ കയറിയിരുന്ന് കുളിച്ച് തിയേറ്ററിൽ ഉണ്ടായിരുന്നവരൊക്കെ വെള്ളം കുടിപ്പിക്കലാണ് ഇതിന്റെ മെയിൻ പരിപാടി. പോരാത്തൻ അന്നാട്ടിലുള്ള ബാക്കി പെമ്പിളാർക്കൊക്കെ എങ്ങനെ സാരി ഉടുക്കാൻ പാടില്ല എന്ന് കാണിച്ചു കൊടുക്കുന്നതും തങ്കയാണ്. ബൈ ദ വൈ ഈ സംഭവം മുഴുവൻ ഫ്ലാഷ് ബാക്കിലൂടെ പറയുന്നത് നമ്മുടെ പ്രകാശ് രാജ്. ഇയാൾ ഇതൊക്കെ എങ്ങനെ പറഞ്ഞിട്ടുണ്ടാവോ ആവോ. തങ്ക എന്ന് പേരുള്ളൊരു മങ്ങ ഉണ്ടായിരുന്നു പണ്ട് നാട്ടില്. വീട്ടില് വെള്ളത്തൊട്ടി കയറി ഇരുന്നിട്ടാണ് ദിവസവും ഓളുടെ കുളി. അതെങ്ങനെ നിങ്ങൾക്കറിയാം? മനുഷ്യനല്ലേ പുള്ളേ, പള്ളക്കളവ. ഒരു ബി ഗ്രേഡ് തിയേറ്റർ പോലും ഇല്ലാത്ത നമ്മുടെ നാട്ടില് ഞങ്ങള് കുറച്ച് വയസ്സന്മാർക്ക് ഏക ആശ്വാസമായിരുന്നു ആ കുരിപ്പ്. ഓൾ ആ സാരി എടുത്ത് ചൂടിക്കയറ് പോലെ കെട്ടി കടപ്പുറത്തോടെ ഒരു വരവുണ്ടെന്നെ മോനെ. പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണൂല. പക്ഷെങ്കിൽ ഓൾക്ക് ഞങ്ങളെ ഒന്നും വേണ്ട. ആ ദേവരുടെ മോനുണ്ടല്ലോ ഒരു വെകിളി പൊടിച്ച സാധനം, ഓൾക്ക് അവനെ മതി. അവന്റെ പേര് വര. അവനെ കാണാൻ അവൾക്ക് തൊര. ഈറ്റങ്ങള് രണ്ടും കൂടി കുറ്റിക്കാട്ടിലും കടപ്പുറത്തും കിടന്നും കാട്ടിക്കൂട്ടറും കണ്ട നമ്മുടെ വായിൽ വരുന്നോര. പാട്ട് പോലും വളരെ ബോറാണ്. റിയാലിറ്റിക്ക് ഇവിടെ വര കിടന്ന് തങ്കയുടെ മേത്ത് വര വരയ്ക്കുന്ന സമയം കൊണ്ട് ദേവരെ കൊണ്ട് പിന്നെയും കടന്നിറങ്ങാൻ വേണ്ടി നമ്മുടെ ബൈര കുറെ പിള്ളേരെ ദത്തെടുത്ത് മാമോയിസൊക്കെ മുക്കി ട്രെയിൻ ചെയ്ത് സെറ്റാക്കി നിർത്തും. മൂപ്പർക്ക് ഒറ്റയ്ക്ക് ഇറങ്ങാൻ പേടിയാണ്, വെട്ടിവിടും ദേവര. അങ്ങനെ ഇരിക്കും ഒരു ദിവസം വയസ്സായ ദേവര അമ്മേനെ കാണാൻ വന്നു എന്ന് വിവരം അറിഞ്ഞ് ഇവന്മാരൊക്കെ കൂടി മൂപ്പരെ കണ്ടം വഴി ഓടിക്കും. ഉമ്മരെ കണ്ട് പേടിച്ച് കണ്ടം വഴി ഓടി ആ കിടക്കമ്പുള്ളി ദേവരെ ഇനി ഒന്നും ചെയ്യില്ല എന്ന് കണ്ടപ്പോ ഈ ബൈര പിന്നെ മൂപ്പരുടെ ഗ്യാങ്ങിനെ കൂട്ടി സ്മഗ്ലിങ്ങിന് ഇറങ്ങും. ഇവർ പോണ വഴി ഒരു പണിയും തുറയില്ലാണ്ട് വെറുതെ ആ തങ്കയുടെ പുറകെ നടക്കണം വരാനെയും കൂട്ടും. ഉമ്മമാർ എന്നിട്ട് സ്മഗ്ലിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി പുസ്തിൻ ബോട്ട്സിലെ ഡെത്തിനെ പോലെ ദേവര വരും. എപ്പോഴാണ് കൊല ട്വിസ്റ്റ്. ഈ ദേവര പണ്ടേ ഇത്രയും കാലം കടലിൽ പോകാൻ നോക്കിയമാരെ മുഴുവൻ വെട്ടിവിട്ടത് മുഴുവൻ നമ്മുടെ വരയാണത്ര. കൊലകൊല്ലി ട്വിസ്റ്റ്. ഈ വര എന്നിട്ട് കടലിൽ കടന്ന് പുറത്ത് എക്സടിച്ചു. അതിന്റെ ഇടയിൽ കൂടെ ഒരു ഉപദ്രവമില്ലാണ്ട് വെറുതെ ആ സൈഡിൽ കൂടെ പോയൊരു സ്രാവിന്റെ മേത്ത് വലിഞ്ഞു കയറി അവതാർ വേ ഓഫ് വാട്ടർ ഒക്കെ കളിക്കും നമ്മുടെ വര. ആ സ്രാവിന്റെ ഒക്കെ മൈൻഡ് വോയിസ് ഒന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് 4 മണിയാകുമ്പോ വളർത്തുനായനെ കൊണ്ട് നടക്കാൻ ഇറങ്ങണ പോലെ സ്രാവിന്റെ വായിൽ കയറും കെട്ടി അമ്മമാരൊക്കെ പുറകെ വെച്ച് പിടിച്ച് വെട്ടുമുപ്പിൽ. എങ്ങനെയുണ്ട് വര? വയറ്റിൽ വരയുള്ള പോലെ ഈ വര വിടക്കണമെന്ന് വിരകണന്റെ ഇടയിൽ കൂടെ നമ്മുടെ പെപ്പെ കൂടി ഒന്ന് ക്രോസ് ഓവർ നടത്തിയാൽ നന്നായിരുന്നു. അവസാനം ചാകര കിട്ടിയ പോലെ ഒരു ലോഡ് ശവം കൊണ്ട് തിരികെ വന്ന് നമ്മുടെ വര. ഇവന്മാരെ എല്ലാത്തിനും വേണ്ടി എന്റെ മുതുകത്തും കൂടി എക്സ് മാർക്ക് ഇടണമെന്ന് പറഞ്ഞ് പുറംചൊറിയുമ്പോൾ ചുമരിൽ ഒരിക്കൽ പോലെ സ്വയം കത്തി കൊണ്ട് മുതുകത്ത് എക്സ് ഇട്ട് ചത്തു വീഴും. സോ അങ്ങനെ തന്നെ നാടിന് വേണ്ടി ജീവത്യാഗം ചെയ്തു നമ്മുടെ വര. അങ്ങനെ ഈ അപരാധം എങ്ങനെയൊക്കെയോ തീർന്നല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അവസാനം കട്ടപ്പ ബാഹുബലിനെ കുത്തിയതുപോലെ പണ്ട് ആ ദേവരനെ കുത്തിക്കൊന്നത് മകൻ വരയാണെന്ന് കാണിക്കുക. അതിനുള്ള കാരണം എന്താണെന്നുള്ളത് അടുത്ത പാർട്ടിയിലാണ് അത്രയും കാണിക്കുക. ദേവര ടു ലോഡി. അതൊക്കെ നീ എന്നന്വേഷിച്ചിട്ടാളാ വന്ന് നീ എന്നിട്ട് എന്ത് പോണേടാ കേട്ടിട്ട് ഇവൻ ചോദിച്ചതെന്ത് അവൻ പറഞ്ഞു. ആൻഡ് ഓൾറെഡി 3 മണിക്കൂറിന്റെ അടുത്ത് പടം വന്നുകൊണ്ട് ഇതിലുണ്ടായിരുന്ന ദാവടി എന്ന് പറഞ്ഞ പാട്ട് തിയേറ്ററിൽ നിന്ന് കട്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ പടം കാണാൻ വന്ന തെലുങ്കുമാരൊക്കെ ഇത് കണ്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം മുതൽ തിയേറ്ററിൽ ഈ പാട്ടും കൂടി ഓടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഒപ്പം ഇറങ്ങിയതാണ് ആ മെയ്യഴകം പടം. അതിലുണ്ടായിരുന്ന നല്ല സീനൊക്കെ ലാഗാണെന്ന് പറഞ്ഞ് കട്ടാക്കിപ്പിച്ച അതേ വ്യൂവേഴ്സ് തന്നെയാണ്. ഓൾറെഡി 3 മണിക്കൂറിൽ ഈ ഒരു പടത്തിൽ ജാൻവി കപൂറിനെ കാണാൻ വേണ്ടി മാത്രം ആ പാട്ടും കൂടി പറഞ്ഞു ഇടിയിപ്പിച്ചത്. ഇന്ത്യൻ ഓഡിയൻസ് ഒരു സംഭവം തന്നെ. നമ്മ കണ്ടല്ലോ കാട്ട് റോസ്റ്റ് ദേവര. ഇനി പാർട്ട് 2 ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. ഇതെന്നെ സഹിക്കാൻ പറ്റുന്നില്ല. ഡ്രാമ ചിത്രമായിരുന്നു, പക്ഷെ ഇതാണ് ഒറിജിനൽ ഡ്രാമ. സംവിധാനം നിർവഹിച്ചത് യുവസുദ്ധ ആർട്സും
NTR ആർട്സുമാണ്. കാര്യമില്ലാണ്ടായിപ്പോയി. ഇത് പരമ തള്ള് എന്ന് പറയാം. ഒരാവശ്യമില്ലാത്ത ഇന്ത്യൻ ടൂറിന്റെ വേറൊരു അവതാരം. അത്രമാത്രമേ ദേവരായ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് പ്രേക്ഷകർക്ക് പറയാനുള്ളൂ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ ആ ഒരു സമയവും ആ കഥ എന്താണെന്ന് തിരിച്ചറിയാൻ പോലും പറ്റാതെ കിളിപോയ അവസ്ഥയിൽ കാണുന്ന പ്രേക്ഷകരുടെ അവസ്ഥയിൽ ഇത് രണ്ടും മനസ്സിലാക്കിക്കൊണ്ട് ഒരു സിനിമ കണ്ട് തീർക്കുക. ഇത്രയും മണിക്കൂറുകൾ അത് ആലോചിക്കുമ്പോൾ ഇപ്പൊ ഇവർ ചെയ്ത ഈ റോസ്റ്റ് വീഡിയോ അത് കിടിലനായിരിക്കും. പക്ഷെ സിനിമ അതൊന്നൊന്നര അവതാരം തന്നെ. ബൈ ഫോർ അവർ.